അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മീൻ മേടിക്കാൻ പോണത്. അപ്പോൾ ചൂടപ്പൊടി മേടിച്ച് കഴിഞ്ഞാൽ ഇഷമോൾക്ക് നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അവളൊരു കുട്ടി കത്രിക എടുത്തിട്ട് വരും മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫുള്ളും നന്നാക്കി തരും കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ നന്നാക്കി തരും കേട്ടോ. ചൂടപ്പൊടി നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞ് കത്രികയും വെച്ചിട്ട് അവൾ മീൻ നന്നാക്കുകയാണ്. ആച്ചൂട്ടനും ഇഷമോളെ ആച്ചൂട്ടനും കുഞ്ഞൊക്കെ എണിച്ചു. ആച്ചൂട്ടൻ എണിച്ച വശം നമ്മുടെ കൊട്ടക്കേക്ക് ഉണ്ടല്ലോ അത് കഴിക്കുന്നുണ്ട്. കുഞ്ഞ് നമ്മുടെ ദോശ കഴിക്കുന്നുണ്ട്. അടുപ്പത്ത് നമ്മുടെ ചോറുണ്ട്. ഇനി നമുക്ക് പണികൾ തുടങ്ങാം. കുട്ടികൾ എണിക്കുന്ന വരെ ഞാൻ അവിടെ തട്ടി ഇവിടെ തട്ടി നിന്നോട്ടെ. എനിക്ക് ഭയങ്കര പണിയാവും. എങ്ങനെയുണ്ട് കുഞ്ഞു മഴ? അടിപൊളി. ഉമ്മച്ചിയുടെ അടുത്ത് മിറ്റടിക്കണ്ടെന്ന് കുറേ പറഞ്ഞതാട്ടാ. കാരണം മണ്ണൊക്കെ അവിടെ ഇതായിട്ടൊക്കെ അടിക്കണത്. അടിക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും അപ്പം മിറ്റടിക്കണം. മിറ്റടിച്ചിട്ട് ഇപ്പോൾ പ്രാന്തായ അവസ്ഥയാണ് ഉമ്മച്ചിക്ക്. ഇങ്ങനെയൊക്കെ അടിക്കുന്നത് കാണുമ്പോൾ ഉമ്മച്ചിക്ക് ഒരു സമാധാനം ഇല്ല. അപ്പം ഈ ഫ്രണ്ടും സൈഡും ചായ കുടിക്കിരുന്നിട്ട് ഞാൻ എവിടെ വെച്ചിങ്ങനെ അവിടെ ഇരുന്നോളും ഇഷമോള്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ മേശയുടെ മുകളിൽ ഇരുന്നിട്ട് ചായ കുടിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇവിടെ വന്നിരുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പുട്ടും കടലയായിരുന്നു ചായക്ക് കഴിഞ്ഞു. അപ്പോൾ പുട്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നും പുട്ടൊന്നുമില്ല. ഇന്നലെ ദോശയായിരുന്നു കേട്ടോ. ഇന്നലെ ദോശ. പിന്നെ ആഴ്ചയിൽ 5 ദിവസം പുട്ടും ബാക്കി 2 ദിവസം നേരം കിട്ടും. അങ്ങനെ അങ്ങനെ ആഴ്ചയിൽ 5 ദിവസം പുട്ട് ബാക്കി 2 ദിവസം നേരം എന്തെങ്കിലും ഉണ്ടാക്കി. ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് 5 ദിവസം പുട്ടന്നെ ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ കൂടെ ഉണ്ടാക്കണത് നോക്കിക്കോ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കും. ദോശ പിന്നെ ആരാ ഉണ്ടാക്കിയെന്നിരുന്നു? അത് ഈ ആഴ്ച എന്റെ പോന്നിട്ട് ഉണ്ടാക്കിയെന്നിരുന്നു. നീർദോശ ഈ ആഴ്ച ഉണ്ടാക്കിയിട്ടില്ല. എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല. ഈ നിലക്കുള്ള വർത്താനം പറയുള്ളൂ. മോളെ എന്നിട്ട് നീർദോശ ഉണ്ടാക്കി തരാറില്ലേ? പറയ്. ദോശ ഉണ്ടാക്കി തരാറില്ലേ? ദോശയും സാമ്പാറും ദോശയും ചട്നി ഉണ്ടാക്കി തരാറില്ലേ? ഇഡ്ഡലി ഉണ്ടാക്കി തരാറില്ലേ? പുട്ടുണ്ടാക്കി തരാറില്ലേ? തന്നെ ഞാനും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്താ വേണ്ട പറയും. പൊറോട്ട, ചിക്കൻ, എത്ര സാധനങ്ങളുണ്ട്. ചപ്പാത്തി, പൂരി. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി പത്തിരി. ചപ്പാത്തി ഒക്കെ ഉണ്ടായിട്ട് എത്ര നാളായി. ഇവിടെ വന്നിട്ട് പൂരി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല. പത്തിരി ഞാൻ നോമ്പിനുണ്ടാക്കുമ്പോണ്ടല്ലോ ഭയങ്കര കുറ്റായിരുന്നു. പത്തിരി ഉണ്ടാക്കുമ്പോ പത്തിരി തിന്ന് മടുത്തു. എന്തിനാ അതിങ്ങനെ ഉണ്ടാക്കണം ചോദിച്ചിട്ട് ചീത്ത പറഞ്ഞിരുന്ന ആളാണ്. പുട്ടിന് ഞാൻ എത്ര ചീത്ത പുട്ടിന് എത്ര ചീത്ത പുട്ടിന് നാണല്ലേ? എന്ത് രസാ പുട്ടും കടലും മീൻ വെച്ചിട്ടാ. ഇല്ലേ മോളെ ആച്ചിട്ടാ പുട്ട് തിന്നാൻ രസല്ലേ? നല്ല രസല്ലേ പുട്ടും കടല്? വേറെ എന്ത് തിന്നാലും പുട്ടിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. നല്ല അജ്മി പുട്ടുപൊടി മേടിക്കുക, ഉപ്പിടുക, കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് പുട്ടുണ്ടാക്കുക. അതിൻ്റെ കൂടെ കടലക്കറി, നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ കടലക്കറി വെക്കുക. എന്നിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കും. സൂപ്പർ ടേസ്റ്റാണ്. അതിനാണ് ഈ കുറ്റം പറയണത്. നിന്നിട്ട് കണ്ട ഇതൊന്നും ഉണ്ടാക്കി തരണം ഇന്നെ വേണ്ട പറയാ. 2 ദിവസം ഈ ചായയുടെ കടി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് അറിയുള്ളൂ തള്ളാരുടെ വില. തള്ളാരുടെ വില അറിയണമെങ്കിലേ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ. പറഞ്ഞു കേട്ടിട്ടുണ്ട നീ? എന്താ പറഞ്ഞു കേട്ടെങ്ങനെ? അല്ല അവനൊന്നിനൊന്നിനും വിലയില്ല. അവന് 9ാം ക്ലാസ്സുകാരനാ. പിന്നെ ബാഗും ഇതൊക്കെ മേടിക്കണ്ട നീ. എന്താലേ നമുക്ക് ഈ തള്ളാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടന്നെ ഉണ്ട്. ജൂൺ ജൂലൈ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന മാസത്തിൽ കാശില്ലാതെ പേരൻസ് എല്ലാം വട്ടം തിരിയുമ്പോൾ അത് സത്യമാണ്. നമ്മുടെ മണിച്ചേട്ടൻ പാടിയ പാട്ടാ. എന്റെ തലയിലത്തെ മുണ്ടൊന്ന് കയറ്റിയിട്ട് കുഞ്ഞു. എന്താ പറയാ, നല്ല അവിടെ പറഞ്ഞു. ഇന്നെ ഇപ്പൊ ചപ്രകാളിയാക്കും. അറിയില്ലട്ടോ. അതിപ്പോ കോളാക്കി
കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയുക, ജൂൺ മാസം ആവാറായി. നമ്മുടെ ഇന്ന് 10-ാം തീയതി 11-ാം തീയതി ആയില്ലേ, 11-ാം തീയതി ആയി. നെഞ്ഞെടുപ്പ് കൂടി തുടങ്ങി. എന്തോരം കാര്യങ്ങൾ തന്നെ. ഇവരെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ എത്ര കാശ് വേണമെന്നറിയോ? അതൊക്കെ ആലോചിച്ചിട്ട് ഒരു അന്തൂല്ല ഒരു കുന്തൂല്ല. ഇപ്പോൾ 10 മണിയായി, രാവിലെ തുടങ്ങിയ ടെൻഷനായി. ആ ചൂട്ടനെ ചേർത്തിയിട്ടില്ല, പിന്നെ ഇവനെ ട്യൂഷന് കൊണ്ടുപോയി ചേർത്തണം, ഒക്കെ വേണം. അതിനൊക്കെ പൈസ വേണം. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റാൾ വേണം, എന്നാലും ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അതിൻ്റേതായ എല്ലാവർക്കും ഉണ്ടാവും, നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു ഉള്ളിലുള്ള ഒരു ആന്തല്. എന്ത് ചെയ്യും എന്നുള്ളത് അല്ലേ. എന്തേലൊക്കെ പഠിച്ചൊരു വഴി കണ്ടിട്ടുണ്ടാവും. നമ്മൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അതാണ് ഇത്ര കാലം ഉണ്ടായേക്കണത്. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ ലൈഫ് പോണത്. അത് കാരണം പിന്നെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാന്ന് മാത്രം. എന്നാലും നമുക്കത് ചിന്ത വരുമല്ലോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാന്ന് മാത്രം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ചായയോടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറേ പണികളുണ്ട്. ഇന്നലെ ഒരാൾക്ക് 10 രൂപ കൊടുത്തപ്പോഴേക്ക് തുടച്ചൊന്ന് ഒരു 5 രൂപ തന്ന് കുറച്ച് തരുമോ? എന്താ വെച്ചിട്ടാ, ഞാനൊരു പേഴ്സ് മേടിച്ചു കൊടുത്തിട്ട് പേഴ്സ് എടുത്തിട്ട് വന്നു കുഞ്ഞോ കാണിച്ചു കൊടുക്കാൻ. നമ്മുടെ ഫാമിലിയിലടാ. ഞാനൊരു പേഴ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവന് പോക്കറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ അവൻ 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് 20 രൂപ കൊടുത്തു, അതിൽ വെച്ചോ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞേക്കുന്നത് ഞാൻ അത് ചിലവാക്കേ ഇല്ല, അതിൻ്റെ ഉമ്മച്ചിക്ക് തന്നതല്ലേ, അത് കാലകാലം ഉണ്ടാവും എന്നാ പറഞ്ഞേക്കണം കേട്ടോ. അത് ശരിക്കും പിടിക്കും കണ്ട. ഇപ്പോൾ ആപ്പാടി മാടി ഫോട്ടോ വെച്ചേക്കണ്. ഇനി അത് മാറുമെന്നറിയില്ല, പിന്നെതാ ഞാനൊരു 20 രൂപ കൊടുത്തതും ഇന്നലെ തുടച്ചതിൻ്റെ കൂലിയും 10 രൂപ. ചിലവാക്കൊന്നുമില്ല കേട്ടാ, അതവിടെ അങ്ങനെ വെച്ചിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇനി ആച്ചൂട്ടന് പേഴ്സ് വേണം പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ആച്ചൂട്ടൻ്റെ അംഗം. ആച്ചൂട്ടൻ്റെ എന്തത് കണ്ടിട്ടൊക്കെ. ഇത് ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആർക്കും കൊടുക്കണ സബ്സ്ക്രൈബേഴ്സിന് പ്ലേയിങ് കിസ് കൊടുത്ത എല്ലാവർക്കും പ്ലേയിങ് കിസ് കൊടുക്ക്. അയ്യോ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്ക് എല്ലാവർക്കും എന്താ ചുട്ടാ ചെയ്യണത് ശരിക്കും മോന്ത പിടിക്കേ ഇപ്പൊ കിട്ടും ചുണ്ടും മര്യാദക്ക് പിടിച്ചോ മോന്ന് പറഞ്ഞേ. എന്നിട്ട് നാളെ നല്ല വീഡിയോ അച്ചട്ടൻ പറഞ്ഞ അച്ചട്ടാ പറയേ. അപ്പൊ വീടായിട്ടാ വീഡിയോ ആയിട്ട് നാളെ വരാൻ. എല്ലാവർക്കും ബൈ ബൈ. ബൈ. അസ്സലാമു അലൈക്കും. എന്തൊരു നാണം.